ഒരു സമുദായത്തിൻ്റെ ഉത്കർഷണത്തിനും സർവതോമുഖമായ അഭിവൃദ്ധിക്കും മറ്റുള്ളവരുടെ സഹായ സഹകരണത്തേക്കാൾ സ്വന്തം സമുദായത്തിൻ്റെ സ്വാശ്രയ ശക്തിയാണ് ഏറിയ കൂറും ആശ്രയമായിരിക്കുന്നതെന്ന് നമ്മുടെ വന്ധ്യനായ ഗുരുവും സമുദായ നേതാക്കന്മാരും അന്ന് ശരിക്ക് മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതിലേക്ക് 1081 തുലാം 30 വിവേകോദയത്തിൽ നിന്ന് താഴെ ഉദ്ധരിക്കുന്ന ഭാഗം തെളിവാണ്. നമ്മുടെ രക്ഷയ്ക്കും അഭിവൃദ്ധിക്കുമായി നാം തന്നെ ശ്രമിക്കുകയല്ലാതെ നിവൃത്തിയില്ലാതാകുന്നു. ഗവൺമെൻറ്റിൽ നിന്നോ മറ്റോ നമുക്കുണ്ടാകാവുന്ന സഹായങ്ങൾ വളരെ സ്വല്പമായിരിക്കും. സ്വദേശീയ സംഘം മുതലായവ കൊണ്ട് കൽക്കട്ട മുതലായ സ്ഥലങ്ങളിൽ ജനങ്ങൾ ഓരോ വലിയ കാര്യങ്ങൾക്കായി ഈയിടെ ഫണ്ടുകൾ ഏർപ്പെടുത്തുകയും സ്തുത്യർഹമായ പ്രവൃത്തികൾ നടത്തിവരികയും മറ്റും ചെയ്യുന്നതായി നാം കാണുന്നുവല്ലോ. നമ്മുടെ സമുദായ അഭിവൃദ്ധിക്കായി നാം ശ്രമിക്കേണ്ട കാലം ഇതാണ്. മുൻകൂട്ടി ശ്രമിക്കുന്നവർ മുൻകൂട്ടി വിജയികളാകും. അല്ലാത്തവരുടെ അവസ്ഥ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഭയങ്കരമായി പരിണമിക്കും എന്നുള്ളതാകുന്നു. നമുക്ക് ഏകോപിക്കാം, ശ്രമിക്കാം, അഭിവൃദ്ധിയെ പ്രാപിക്കാം. ഈഴവ സമുദായത്തിലെ എല്ലാ സഹോദരന്മാരുടെയും സങ്കീർത്തനം അതായിരിക്കട്ടെ. ഭാരതീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊണ്ടിരുന്ന ഭാരത മഹാസഭയും ദേശീയ നേതാക്കന്മാരും അന്നും ഇന്നും പറഞ്ഞിട്ടുള്ളതും പറയുന്നതുമായ അഭിപ്രായവും ഇതുതന്നെയാണല്ലോ. ത്യാഗസന്നദ്ധതയും സ്വാശ്രയശീലവും കൊണ്ട് മാത്രമേ സ്വരാജ് കൈവരാൻ പോകുന്നുള്ളൂ എന്നും അല്ലാതെ അന്യരാജ്യക്കാരെ ആശ്രയിച്ചതുകൊണ്ട് യാതൊരു ഫലവുമുണ്ടാകാൻ പോകുന്നില്ലെന്നുമാണല്ലോ മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് നെഹ്റു തുടങ്ങിയ നമ്മുടെ നേതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമ്പാദനത്തിനുള്ള ബാഹ്യമായ ശ്രമങ്ങളെക്കാൾ സ്വാശ്രയ ശക്തിയെ വർദ്ധിപ്പിക്കുന്ന ആഭ്യന്തര കാര്യങ്ങളിലായിരുന്നു യോഗത്തിൻ്റെ ശ്രദ്ധ. ആദ്യമായി പതിഞ്ഞിരുന്നത് ആചാരപരിഷ്കാരം, ആരാധനാ സ്വാതന്ത്ര്യം, ഐത്തോച്ചാടനം എന്നീ ത്രിവിധ കർമ്മ പദ്ധതികളായിരുന്നു അവയിൽ പ്രാധാന്യമർഹിച്ചിരുന്നത്. അതായത് സമുദായത്തിൻ്റെ ആത്മീയവും ലൗകികവുമായ അഭിവൃദ്ധിയിലായിരുന്നു അതിൻ്റെ നിർദ്ദിഷ്ട ലക്ഷ്യം. പത്രപംക്തികൾ, പ്രസംഗവേദികൾ, പ്രതിനിധി സഭകൾ തുടങ്ങിയ പ്രവൃത്തി രംഗങ്ങൾ വഴിയായും ജനറൽ സെക്രട്ടറിയുടെ അടിക്കടിയുള്ള സർക്യൂട്ടുകൾ കൊണ്ടും പ്രാദേശികമായി സമുദായ സേവനം ചെയ്യത്തക്ക സന്നദ്ധതയുള്ള യോഗം ഏജൻറ്റുമാരെ നിയമിച്ചും സർവോപരി സ്വാമി തൃപ്പാദങ്ങളുടെ ആധ്യാത്മിക ശക്തിയുടെയും പ്രബോധനത്തിൻ്റെയും ദീർഘമായ സഞ്ചാരത്തിൻ്റെയും ഫലമായിട്ടാണ് കാലക്രമത്തിൽ ഈ സമുദായം സംഘടിതമായ ഒരു ശക്തിയായി തീർന്നത്. വിവേകോദയത്തിൻ്റെ ഉത്ഭവം. ഈഴവരുടെ ഗസറ്റ് എന്ന സാഭിമാനത്തോടുകൂടി പറയപ്പെടുന്ന വിവേകോദയം എന്ന മാസികാ ഗ്രന്ഥത്തിൻ്റെ ഉത്ഭവം ഏതാണ്ട് ഇക്കാലത്ത് തന്നെയായിരുന്നു. 1079 മേടം 31 പുറപ്പെട്ട അതിൻ്റെ പ്രഥമ ലക്കത്തിലെ പ്രസ്താവന ഇങ്ങനെയാണ്. അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരംഭിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഉദ്ദേശ്യസാധ്യങ്ങൾക്കായി ഒരു പത്രഗ്രന്ഥം കൂടി പുറപ്പെടുവിക്കേണ്ടതാണെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. യോഗത്തിൻ്റെ തൽക്കാലാവസ്ഥയ്ക്ക് അപ്രകാരം ഒരു പത്രഗ്രന്ഥത്തിൻ്റെ ആവശ്യകത ഒഴിച്ചുകൂടാത്തതുമാണ്. ഇത്രയും കൊണ്ട് വിവേകോദയം എന്ന നിർദോഷമായ നാമത്തിൽ ഇപ്രകാരം യോഗം വകയായി പുറപ്പെടുന്ന ഈ ദ്വൈമാസിക പുസ്തകത്തിൻ്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് ചുരുക്കത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത് കഴിഞ്ഞു. ഇനി ഉദ്ദേശ്യത്തെക്കുറിച്ചാണ് സ്വല്പം പറയാനുള്ളത്. യോഗസംബന്ധമായ വരവ് ചിലവ് കണക്കുകൾ, യോഗത്തിൽ അപ്പോഴപ്പോൾ ഉണ്ടാകുന്ന നിയമങ്ങൾ, നടപടികൾ മുതലായ സംഗതികളെ എല്ലാ യോഗാംഗങ്ങളും യോഗത്തോട് മമതയുള്ളവരും അറിഞ്ഞിരിക്കേണ്ടതിലേക്കായി യോഗത്തിൻ്റെയും അവരുടെയും മധ്യേ ഒരു ദൂതസ്ഥാനം
വഹിക്കുന്നതാകുന്നു വിവേകോദയത്തിൻ്റെ മുഖ്യോദ്ദേശ്യം. എന്നാൽ സമുദായത്തിൻ്റെ യോഗക്ഷേമങ്ങൾക്ക് പൊതുവിൽ ഗുണപ്രദങ്ങളായ മാർഗങ്ങളെ വിവേകപൂർവം ഉപദേശിക്കുകയും ദോഷകരങ്ങളായവയെ ന്യായമായി ചൂണ്ടിക്കാണിക്കുകയും ആചാരപരിഷ്കരണാദികളിൽ ദൂരസ്ഥാനന്മാരായ സമുദായ അംഗങ്ങൾക്ക് തമ്മിൽ ഏകമതാനുവർത്തിത്വം, പരസ്പര സഹായ സഹകരണം ഇവയെപ്പറ്റി സാമാന്യമായും സവിശേഷമായും ഉപന്യസിക്കുകയും ഐകമത്യം, സമുദായ സ്നേഹം, മതഭക്തി, സദാചാരം ഇവയെ വർദ്ധിപ്പിക്കുന്നതിനായി സമുദായത്തെ വേണ്ട പോലെ ഗുണദോഷിക്കുകയും മറ്റും ചെയ്യുന്നതിനും യോഗത്തിൻ്റെ ശക്തിമത്തായ ഒരു വാഗേന്ദ്രിയമായിരിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഉദ്ദേശ്യങ്ങളിൽ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാകുന്നു. കുമാരനാശാൻ അവர்களுടെ സാഹിത്യ നായകത്വത്തിൽ വളരെ കാലം സാഹിത്യ സേവനവും സമുദായ സേവനവും രാജ്യസേവനവും ഒന്നിച്ച് എത്രയും ശക്തിയായി നിർവഹിച്ചു പോന്ന ഈ പത്രഗ്രന്ഥത്തിന് സ്വജനങ്ങളുടെ ഇടയിൽ എന്ന് മാത്രമല്ല ഇതര സമുദായങ്ങൾക്കും ഭരണാധികാരികൾക്കും ഒരുപോലെ മതിപ്പും വിലയുമുണ്ടായിരുന്നു എന്നുള്ള വസ്തുത സർവവിദിതമാണ്. 1079 മിഥുനം ലക്കം വിവേകോദയത്തിൽ സർക്കാർ പള്ളിക്കൂടങ്ങൾ എന്ന തലക്കെട്ടിൽ എഴുതിയ മുഖപ്രസംഗം വായിച്ചാൽ ഈ നാട്ടിൽ ഇങ്ങനെയും ഒരു കാലമുണ്ടായിരുന്നല്ലോ എന്ന് ആർക്കും ആശ്ചര്യം തോന്നാതിരിക്കില്ല. അന്നത്തെ സർക്കാർ മനസ്ഥിതിയെ ആശാൻ എത്ര ശക്തിയും എന്നാൽ ഫലിതമായ രീതിയിലും പ്രതിഷേധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഉദ്ദേശം ഒരു ശതാബ്ദത്തിനു മുമ്പുള്ള സ്ഥിതിയാണ് പത്രാധിപർ നമ്മെ മനസ്സിലാക്കുന്നത്. അക്കാലത്ത് ഇന്നത്തെ പോലെ പ്രതിദിന പത്രങ്ങളും ആഴ്ചപ്പതിപ്പുകളും മാസികകളും മറ്റും അത്ര സുലഭമായിരുന്നില്ല. ചുരുക്കത്തിൽ അന്ന് മലയാളത്തിൽ ഒറ്റ പ്രതിദിന പത്രം പോലും കണി കാണാൻ ഉണ്ടായിരുന്നില്ല. ഉള്ള പത്രങ്ങൾ തന്നെ നിർഭയമായും ജനേച്ഛയനുസരിച്ചും സ്വാഭിപ്രായം പറയാൻ തക്ക കരുത്തുമുണ്ടായിരുന്നില്ല. അക്കാലത്താണ് ആശാൻ തൻ്റെ പത്രാധിപത്യ കൃത്യം നിർഭയമായും എന്നാൽ എത്രയും സ്തുത്യർഹമായ രീതിയിലും നിർവഹിച്ചു പോന്നത്. ദിവാൻ രാമരായരുടെ കാലത്തിനു മുമ്പ് തിരുവിതാംകൂറിലുള്ള സർക്കാർ പള്ളിക്കൂടങ്ങളിൽ ചേർന്ന് പഠിക്കാൻ അപേക്ഷയുള്ള ഏത് ജാതിക്കാർക്കും ഒരു തടസ്സവുമില്ലായിരുന്നു. തിരുവനന്തപുരം, ചിറയൻകീഴ് മുതലായ സ്ഥലങ്ങളിലെ സർക്കാർ ഇംഗ്ലീഷ് പള്ളിക്കൂടങ്ങളിൽ ഈഴവരെ ചേർത്ത് പഠിപ്പിക്കുന്നതിന് ആദ്യം ആരും തടസ്സം പുറപ്പെടുവിച്ചില്ല. രാമരായർ, ശങ്കര സുബ്ബയ്യർ ഈ രണ്ട് ദിവാൻജിമാരുടെയും കാലത്താണ് അതിനു മുമ്പ് ഈഴവർ ചേർന്ന് പഠിച്ചിട്ടില്ലാത്ത പള്ളിക്കൂടങ്ങളിൽ അവർക്ക് മേലും പ്രവേശനം അനുവദിക്കുന്നതല്ല എന്നുള്ളത് ഒരു നിയമം പോലെ ആയത്. അന്ന് മുതൽക്ക് ഈഴവർക്ക് വല്ല സ്കൂളുകളിലും നൂതനമായി പ്രവേശിക്കുന്നതിന് പ്രസ്തുത നിയമത്തിൻ്റെ ഒരു പ്രത്യേക വ്യവസ്ഥയായിട്ടെന്ന പോലെ ഗവൺമെൻറ്റിൽ നിന്നും പ്രത്യേക അനുവാദം നൽകി വന്നു. അധികം പള്ളിക്കൂടങ്ങളിലും ഈഴവരെ ചേർക്കാതിരിക്കുന്നതിനുള്ള കാരണം ചില ഉദ്യോഗസ്ഥന്മാർ ഈഴവർക്ക് കൊടുത്തിട്ടുള്ള ഇണ്ടാസുകളിൽ വിവരിച്ചു കാണുന്നു.